ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിത വിജയത്തിന്റെ പടവുകൾ കയറുമ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തി എന്ന ബോധ്യം നമുക്ക് തന്നെ ഉണ്ടാവുക. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ രണ്ട് വ്യക്തികളാണ്. വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജീവ് റോഷൻ ആൻഡ് ആരതി സോജസ്. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഷൂട്ടുകളുടെ തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരക്കില്ല, ഇല്ല, ചെറിയൊരു തിരക്ക്. അതായത് ഈ തിരക്കുകളിൽ നിന്ന് ഒരു വിശ്രമം എന്ന് മാത്രം വേണം ഇന്നത്തെ എപ്പിസോഡിനെ കരുതാൻ. അപ്പോൾ അങ്ങനെ വളരെ കളർഫുൾ ആയിട്ടൊരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. റെഡി? ഓക്കെ. രാജീവേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ രാജീവേട്ടൻ നമ്മുടെ മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ വന്ന സമയത്ത് തന്നെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഒരു ചോക്ലേറ്റ് ബോയ് വരുന്നു, ആ ഹീറോയിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആക്റ്റീവ് അല്ലല്ലോ, അതുകൊണ്ടാണ് ചേട്ടന് ഒരുപാട് ഇങ്ങനെ മെസ്സേജസ് വരാതെ. പക്ഷെ ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഒക്കെ വന്നിരുന്നു ബൈ പോസ്റ്റ്. ഞാൻ അഭിനയം തുടങ്ങിയത് ദൂരദർശന്റെ സമയത്ത്. അതെ, അതാ പറഞ്ഞത്. വയസ്സ് ചോദിക്കുന്നില്ല, ഊഹിച്ചോളാം. അപ്പൊ അങ്ങനെ ആ ദൂരദർശനിൽ എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ സീരിയല് മനോജ് ബാബു എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. കഥ പറയുന്ന കണ്ണുകൾ എന്ന് പറഞ്ഞ ഒരു സീരിയലാ ദൂരദർശനില്. അന്ന് ഡെയിലി ഇല്ല, എനിക്ക് തോന്നുന്നു വീക്കിലി ആണ്. അതായിരുന്നു എന്റെ ആദ്യത്തെ പ്രോജക്റ്റ്. അതെങ്ങനെയായിരുന്നു? അതായത് ചുറുചുറുക്കുള്ള കോളേജ് കുമാരൻ, അതൊരു ഹീറോ ക്യാരക്ടർ ആയിരുന്നില്ല അത്. എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ ടോണിയാണ് അതിനകത്ത് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ ടോണി ഒരു സെക്കൻഡ് ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ആ സമയത്ത് അതൊരു എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് വന്നതല്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, മനക്കൽ ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു ടൂറിസ്റ്റ് ഹോം ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ അത് സീരിയൽ ക്യാമ്പാണത്. അപ്പോൾ അവിടെ ഞാൻ ഓണറുടെ ഫ്രണ്ട് അല്ല, എൻ്റെ ഓണർ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനെ കാണാനായിട്ട് ഞാൻ ആ ഹോട്ടലിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ മനോജ് ബാബു എന്നെ കണ്ടിട്ട് ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, സുനിൽ മനക്കൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്ക് നമ്മുടെ ഇതിനകത്തൊരു ക്യാരക്ടർ വരണുണ്ട്, അപ്പോൾ അത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് ചോദിക്കാൻ പറഞ്ഞു. സുനിൽ എന്നോട് ചോദിച്ചു. ഞാൻ അപ്പോൾ നമുക്ക് ഇതൊന്നും ഏഴായലക്കത്തോടെ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, അയ്യോ ഒരിക്കലും ഇല്ല, നമുക്ക് അഭിനയം എന്ന് പറയുന്ന സംഭവമേ എൻ്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി ഇതൊക്കെ പറഞ്ഞു. പുള്ളിയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച്, ഡയറക്ടറുടെ മുമ്പിൽ നിന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോൾ സുനിൽ എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞിടാ, നീ വാ, എന്തായാലും ലൊക്കേഷനിലേക്ക് ഒന്ന് വാ, വെറുതെ നമുക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി നിന്ന് അഭിനയിച്ചതാണ് എൻ്റെ ആദ്യത്തെ കണ്ണുകൾ. ഈ ആദ്യമായിട്ട് അഭിനയിച്ച സമയത്ത് ഒരു കഥ എല്ലാവരും വന്നപ്പോൾ ഇവിടെ പറഞ്ഞതാണ്. അതായത് ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച സമയത്ത് ചേട്ടനെ പിടിച്ചു കെട്ടിയിട്ടാണ് ക്ലോസ് ഒക്കെ വെച്ചതെന്ന്. അതെന്താന്ന് വെച്ചാല്, ഇപ്പോൾ സീരിയല് അറിയാവുന്നവർക്ക് അറിയാം, ഇത് നമ്മൾ ടൈറ്റ് ക്ലോസ് വെക്കാന്ന് പറയും. ടൈറ്റ് ക്ലോസ് വെക്കാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഫേസ്. അപ്പോൾ ഇത്രയും ടൈറ്റ് ക്ലോസ് വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വലിയ ഡയലോഗ് തന്നു. അപ്പോൾ എന്നോട് സീനൊക്കെ നേരത്തെ തന്നിട്ട് പറഞ്ഞു, ഈ ഡയലോഗ് ഒന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയലോഗൊക്കെ കാണാപാഠം പഠിച്ച് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ പറയാണ്. അപ്പം ഞാൻ വന്ന് റെഡി, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഓക്കെയാണ്, ടേക്ക് എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഡയലോഗ് തുടങ്ങി. പടപടാ എന്ന് പറഞ്ഞ് ഡയലോഗ് പറയാ. അപ്പോൾ ഇവരൊക്കെ നിന്ന് ഭയങ്കര ചിരിയാ. അപ്പോൾ ഇവിടെയാണ് പൊസിഷൻ എന്ന് കൂട്ടിയോ. ഞാൻ ഡയലോഗ് പറഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറയായി ഫ്രെയിമിലും. അതെ അതെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവര് ഭയങ്കര ചിരി. അപ്പോൾ എന്നോട് രണ്ടാമതും പറഞ്ഞു, റോഷൻ അനങ്ങാതെ അധികം മൂവ്മെൻ്റ് ഒന്നും പാടില്ല, ഡയലോഗ് പറയാൻ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, നാലാമതും പറഞ്ഞു. എനിക്ക് ഈ അനങ്ങാതെ പറയാൻ പറ്റണില്ല. പിന്നെ ഡയറക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിടിച്ചു, ഇപ്പുറത്തുനിന്ന് ഒരാളിങ്ങനെ പിടിച്ചു. ഇനി അനങ്ങരുത്, ഇനി നേരെ നോക്കി അവിടെ ഓപ്പോസിറ്റ് ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ട്, നേരെ നോക്കി അങ്ങ് പറയാൻ പറഞ്ഞു. അങ്ങനെ നേരെ നോക്കി പിന്നെ ഒരൊറ്റ പറച്ചിലാ. അതിന് ഓക്കെ. ഈ ആരതിക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ എന്തെങ്കിലും ജീവിതം സംഭവിച്ചിട്ടുണ്ടോ?
ഇല്ല. ആദ്യം മലയാളത്തിലാണോ വന്നത്, അതോ തമിഴാണോ? മലയാളം തന്നെ. മലയാളത്തിൽ തന്നെ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, അത് പറയൂ. പുതിയ വിശേഷം, ഞാൻ മനസ്സിനക്കരയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ജോബിന് നോക്കുന്നുണ്ട്, എബ്രോഡ്. ജോബിന് പോകാൻ പോവാണ്. അതെ അതെ. ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല? ഇല്ല. ക്ലൈമറ്റ്, ഡസ്റ്റ്, യുനോ, ഒന്നും സെറ്റ് ആവുന്നില്ല അല്ലേ? അങ്ങനെയല്ല, എനിക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് ഞാൻ പ്രതീക്ഷിക്കാണ്ട് വന്നതാ. ഒരു 18 വയസ്സിൽ പ്രതീക്ഷിക്കാതെ വന്നതാ. അങ്കിള് റൈറ്ററാ, ഞാറക്കൽ ഭരതൻ. അപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ആൽബം ചെയ്യാനുണ്ട്, നീ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യമോ ഒന്നും അറിയില്ല. അങ്കിള് വിളിച്ചിട്ട്, കുറച്ച് ടീനേജ് ചേട്ടന്മാരാ ചെയ്യുന്നേ, അവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി, അങ്ങനെ വന്ന് നിന്നാൽ മതി. ഞാനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവിടെ ഇരിക്കണ ചേട്ടന്മാർ ഇതിനെ ആരാ വിളിച്ചോണ്ട് വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്കൊന്നും റിയാക്ഷനൊന്നും വരുന്നില്ല. അങ്ങനെ ഞാൻ പോയി കരഞ്ഞു. അങ്കിളുടെ അടുത്ത് പറഞ്ഞു, അങ്കിളെ ഇനി ഞാൻ വരത്തില്ല, എനിക്ക് ക്യാമറയുടെ മുന്നിലൊന്നും വന്ന് നിൽക്കാൻ പറ്റത്തില്ല, ആ ചേട്ടനൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിള്, ഞാനത് സ്റ്റോപ്പ് ചെയ്തു, ആ ആൽബം സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ വേറെ ആളെ വെച്ചൊക്കെ പിന്നീട് ചെയ്തു. അതിനുശേഷം പിന്നെ സന്തോഷ് കുട്ടമ്മ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലിൽ ഒരു വേഷം ചെയ്യാൻ വിളിച്ചു. അന്നും പോയി അന്നും കുറെ ചീത്ത കേട്ടു. പക്ഷെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ റെഡിയായി. ഞാൻ പിന്നീട് എന്നെ ചീത്ത ഞാൻ എടുത്തു. ഇല്ല, എന്നെ ചീത്ത വിളിച്ചു. അപ്പൊ ഞാൻ അങ്കിളിനെ വിളിച്ചിട്ട്, ഈ ഡയറക്ടറും എന്നെ ചീത്ത വിളിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? കൈ കാണിച്ചിട്ട് എന്നോട് ഡയലോഗ് പറയാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എന്ന് പറയും. മുഖം വേണം, എനിക്ക് ആള് വേണം, ഞാൻ അല്ലാണ്ട് അഭിനയിക്കില്ല. പക്ഷെ അവർ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയായി. റോഷൻ ചേട്ടനെ പിടിച്ചു കെട്ടേണ്ടി വരുന്നു. ഇവിടെ അതും പറ്റാതെ പോയി. ഇപ്പൊ ഏകദേശം എത്ര സീരിയൽ ചെയ്തിട്ടുണ്ടാവും? 9 സീരിയൽ ചെയ്തു. അടിപൊളി. 10ാമത്തെ സീരിയൽ ചെയ്യുന്നതിന് മുൻപ് അബ്രോഡിൽ പോവാണ്. അതെയോ ഇനി ഞങ്ങളെ പറ്റിച്ചിട്ട് ബോളിവുഡ് ഹോളിവുഡിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള മുങ്ങലാണോ? നോ, അല്ല, അഭിനയമല്ല, ജോബ് തന്നെയാണ്. ജോബ് തന്നെയാ. അഭിനയം എനിക്ക് ഇഷ്ടമാണ്. ഏത് നാട്ടിലേക്കാ പോകുന്നത്? എവിടെയാണ് പ്രിഫർ ചെയ്യുന്നത്? അമേരിക്ക. ഞങ്ങൾ ഇടയ്ക്ക് ഷോസിന് അമേരിക്കയിൽ വരുമ്പോൾ ഒരു ഇത്തിരി കഞ്ഞി കുടിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ വിളിക്കും, അപ്പൊ കഞ്ഞി വെച്ച് തരാം. ഉറപ്പായും. ഓക്കെ. ചേട്ടൻ ഇടയ്ക്ക് അഭിനയത്തിൽ ഭയങ്കര സജീവമായിരുന്നു, പിന്നെ ഇടയ്ക്ക് കാണുന്നില്ല, ബിസിനസ്സിലേക്ക് സജീവമായി, പിന്നെ വീണ്ടും അഭിനയത്തിലേക്ക്. ഇതെന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും? അങ്ങനെ സംഭവിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സീരിയലിന്റെ സ്വാസിക്ക് അറിയാമല്ലോ, സീരിയലിനെ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഏതാണ്ട് ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. നമ്മുടെ ഒരു പാവം പിടിച്ച ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചിലരെ എന്നോട് ചോദിക്കണ്ടേ, എന്ത് മണഗുണാപ്പൻ ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ആയപ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് വന്നു. പിന്നെ ഫാമിലിക്കും അങ്ങനെ ഒരു താല്പര്യം വന്നു നമുക്ക് എബ്രോഡ്. അപ്പോൾ വൈഫിൻ്റെ സിസ്റ്ററൊക്കെ അവിടെയാണ്, ദുബായിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വന്ന ഒരു ബിസിനസ്സായിട്ട് നമുക്ക് അവിടെ സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയ പോക്കാണ് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി പോയ പോക്ക്. ഇന്നത്തെ നമ്മുടെ അതിഥിയെ നമ്മൾ വിളിക്കാൻ പോവാണ്. അസലായിട്ട് പാടുന്ന ഒരു കുഞ്ഞു മോളാണ് ഇന്ന് നമുക്ക് വരാൻ പോകുന്നത്. അതായത് ഒരു കുഞ്ഞ് വലിയ പാട്ടുകാരി. അങ്ങനെ പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ദൈവം ആ ഒരു ഇൻബോൺ ടാലന്റ് കൊടുത്തതുകൊണ്ട് അസലായിട്ട് പാടുന്ന ഒരു കുഞ്ഞു വാവ. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്താലോ? നല്ല പാട്ടൊക്കെ കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആ കുഞ്ഞ് വലിയ പാട്ടുകാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ശ്രീലയ. ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പുഞ്ചപ്പാടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഒരു പഞ്ചായത്തിൽ നിന്ന് പാസ്സായി കിട്ടിയ ഒരു വീട്ടിലാണ് ഇപ്പം ജീവിക്കുന്നത്. ചെറിയ മോളാണ് ഇവളാണ് കുറേശ്ശെ പാട്ടൊക്കെ പാടുന്നത്. ഇപ്പോൾ അവൾ 4ാം ക്ലാസ്സിലേക്കാണ് ഇനി. അവൾ ജനിച്ച് അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ കുറേശ്ശെ പാട്ടൊക്കെ പാടാൻ നല്ല താല്പര്യമാണ് അവൾക്ക്. പിന്നെ പാട്ട് പഠിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല ഇതുവരെ. പെയിൻറ്റിങ് തൊഴിലാളിയാണ് ഞാൻ. പിന്നെ വീട്ടിലെ കടബാധ്യതകളും കുടുംബത്തിലത്തെ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കാരണം പാട്ട് പഠിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഈശ്വരൻ കടാക്ഷിച്ചിട്ട് അവളെ നല്ലൊരു ലെവലിൽ എത്തിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. കടത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പഠിപ്പിക്കാൻ എത്തുന്നില്ല. പിന്നെ 3 പേരുടെയും പഠിപ്പും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ. പിന്നെ അവൾ ഫോണിലും TV-യിലും കണ്ടിട്ടാണ് പാട്ട് പഠിക്കണതും കേട്ടിട്ടൊക്കെയാണ് പഠിക്കുന്നത്.
റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഭയങ്കര ഡ്രസ്സാണല്ലോ, ഫുൾ ഗ്രേ കളർ പൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ വീട് എവിടെയാ അത് പറ. ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാട്. പാലക്കാടാണോ ഈ ശ്രീകൃഷ്ണപുരം? ഓ, പാലക്കാട്ടുകാരിയാണല്ലേ, അത് ശരി. മോളെ പാട്ട് പഠിപ്പിക്കുന്ന ആരാ, അത് കേക്കട്ടെ. പാട്ട് പഠിപ്പിക്കുന്നത് അച്ഛനും അമ്മയും. അച്ഛനും അമ്മയാണ് പാട്ട് പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് എവിടെയും പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല അല്ലേ? അപ്പൊ അച്ഛനും അമ്മയും ആദ്യമായിട്ട് പഠിപ്പിച്ച പാട്ട് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം എൻ പൂവേ പൊൻപൂവേ. മോക്ക് എങ്ങനെ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ വേഗം പഠിക്കുമോ, അതേ കുറേ സമയം എടുക്കുമോ പഠിക്കാൻ? ഞാൻ വേഗം പഠിക്കും. വേഗം പഠിക്കും. ഓ, വെരി ഗുഡ്. ഇനി വലുതാവുമ്പോ ആരാവാൻ ആഗ്രഹം? വലുതാവുമ്പോ ചിത്രാമ്മയെ പോലെ വലിയ സിംഗർ ആവണം. ഓ, അത് ശരി. അപ്പൊ ചിത്രാമ്മയാണ് ഏറ്റവും ഇഷ്ടം. കണ്ടിട്ടുണ്ടോ ചിത്രാമ്മയെ നേരിട്ട്? കണ്ടിട്ടില്ല, കാണാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് ചിത്രാമ്മയുടെ അടുത്ത് മോൾക്ക് എത്താൻ പറ്റട്ടെ, കൂടെ നിന്ന് പാട്ടൊക്കെ പാടാൻ പറ്റട്ടെ. വേറെ ആരൊക്കെ നമുക്ക് കൂടെ വന്നവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛന്റെ പേര് പറയൂ. എൻ്റെ പേര് പ്രശാന്ത്. പ്രശാന്ത് എന്ത് ചെയ്യുന്നു? ഞാൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്, നാട്ടിൽ തന്നെയാണ്. അപ്പൊ ഒരുപാട് നാളായിട്ട് ഈ ഒരു ജോലി തന്നെയാണോ? അതെ അതെ, ഒരുപാട്. എങ്ങനെയാണ് അപ്പൊ പാട്ട് പഠിപ്പിക്കാൻ എന്തുകൊണ്ടാ വിടാത്തത് ഇത്ര നന്നായിട്ട് പാടുന്ന കുട്ടിയായിട്ട്? പാട്ട് പഠിപ്പിക്കാൻ വീട്ടിലത്തെ ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തന്നെയാണ്. ഈ ഒറ്റയ്ക്ക് ഉള്ള ഒരു തൊഴിലിന് ഞാൻ മാത്രമേ പോണുള്ളൂ വീട്ടിൽ നിന്ന്. എങ്ങനെ കഷ്ടപ്പെട്ടാലും അവളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതെ, അതായത് ചിത്രാമ്മയെ പോലെ തന്നെ പാട്ട് പാടി ഒരു വലിയ ആളാവണം എന്നാണ് മോൾക്ക് ഇപ്പോഴും ഒരു ആഗ്രഹം. അവൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിക്കണം എന്നും വലിയ ആഗ്രഹം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എങ്ങനെ വേണം എന്നൊക്കെ എന്തെങ്കിലും? ചിലവരൊക്കെ ഇങ്ങനെ ചെറിയ ഓരോ ഓഫറുകളും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും അത് ശരിയായിട്ടില്ല. അപ്പൊ ഇപ്പൊ മോൾക്ക് എന്തെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില പാട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വിളിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും അവിടെ വീടിന്റെ അടുത്ത് കൂടെ ഉള്ള ചെറിയ ചെറിയ സ്റ്റേജുകളിലൊക്കെ ഓരോ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഓൺലൈനിലൊക്കെ പാട്ട് പാടിയിട്ട് അത് വൈറലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ, ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ചിലപ്പോൾ മോളെ ആരെങ്കിലൊക്കെ പരിപാടിക്ക് വിളിച്ച് നല്ലൊരു എന്താ ഒരു റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഗായികയായിട്ട് എത്രയും പെട്ടെന്ന് മാറട്ടെ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങാവാൻ മോൾക്ക് പറ്റട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അല്ലേ? ഇനി അമ്മയെന്ന് പരിചയപ്പെടാം. അമ്മയുടെ പേര്? എൻ്റെ പേര് സതീദേവി. ചേച്ചിക്കും ആഗ്രഹം മോളെ ഇങ്ങനെ ഒരു പാട്ടുകാരി തന്നെ ആക്കാൻ തന്നെയാണ്? അങ്ങനെ തന്നെയാണ് ആഗ്രഹം. ഇനി നമുക്ക് ഇവരെ കൂടി ഒന്ന് വേഗം പരിചയപ്പെടാം. പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്ത് ചെയ്യണു? ഞാൻ 10th കഴിഞ്ഞു. അടുത്തയാള്. ഹലോ. ഹലോ. നല്ല സ്പൈക്ക് ചെയ്തിട്ടൊക്കെയാണല്ലോ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ വേണ്ടി സ്പെഷ്യൽ ഹെയർ സ്റ്റൈൽ ആണോ അതേ എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെ. ഓക്കെ, പേര് പറയൂ. ശബരീഷ്. ശബരീഷ് ഏത് ക്ലാസ്സിലാ? ഞാൻ 7ലാണ്. രാജീവേട്ടൻ എന്തെങ്കിലും ഇവരുടെ അടുത്ത് പറയാനോ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? മോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? അച്ഛനാണോ അമ്മ? രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അവരൊന്ന് ഇതാവുന്നത് അല്ലേ? അതെ. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. മോളെ സ്പോൺസർ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ഇവിടുന്ന് തന്നെ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അവരെ പാട്ട് പഠിപ്പിക്കാൻ സ്പോൺസർ ചെയ്യാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ മോക്കും അങ്ങനത്തെ ഒരു സംഭവം വരട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതിന് എത്രയും പെട്ടെന്ന് ചിത്ര ചേച്ചിയുടെ കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. നമുക്ക് മാക്സിമം ശ്രമിക്കാം ചേച്ചി ഈ വീഡിയോ എത്തിക്കാനൊക്കെ ഞങ്ങൾ അമൃത TV ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി മോക്ക് എന്താ പറയാനുള്ളത്? ഞാൻ വരണം? ചേച്ചി ഒന്ന് വരൂ. ഞാൻ വരണം അല്ലേ? എനിക്ക് പാട്ടറിയില്ല കേട്ടാ. മനസ്സില മണക്കിരണി അടിക്കറുമ്പാ ഉസരല ഇനിക്കിരണി. നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അപ്പൊ നമുക്കിനി പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഏത് പാട്ടാ നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കണേ? സ്നേഹത്തിൻ പൂഞ്ചോല. സ്നേഹത്തിൻ പൂഞ്ചോല. ഓക്കെ, അടിപൊളി. ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാല്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പൂജപ്പൂ നീ പൂജിപ്പൂ ഞാൻ
പാടിയിട്ട് സത്യം പറഞ്ഞ ഈ പാട്ട് കേട്ടാ കരഞ്ഞു പോയി. അത് ഈ പാട്ടും കൂടി കുറച്ച് ഇമോഷണൽ ആയി emotional പോയി. കേട്ടിരുന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട്, അതായത് ഇത്ര നന്നായിട്ട് പാടുന്ന ഒരാളായിട്ട് പോലും നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്കിങ്ങനെ മനസ്സിൽ വരുന്നത്. അതായത് എത്ര വേണമെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റാത്തത് നമുക്കറിയാം. കാരണം അദ്ദേഹം പറഞ്ഞു വീട്ടിൽ അച്ഛനുണ്ട്, പ്രായമായിട്ടുള്ള അമ്മയുണ്ട്, ഈ 3 മക്കള്, വൈഫ്, ഒറ്റയ്ക്കൊരാൾ ജോലി ചെയ്യുമ്പോൾ പറ്റില്ല എന്നുള്ളത് അറിയാം. അച്ഛനാണെങ്കിൽ ഞാൻ കണ്ടു ആ പാട്ട് കേൾക്കുമ്പോൾ അച്ഛനും ഭയങ്കരമായിട്ട് നമുക്ക്, അതായത് നമ്മളിങ്ങനെ പറയുമല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും മാറുന്ന ഒരു ദിവസം വരും, അങ്ങനെ ഒരു ദിവസത്തിന്റെ തുടക്കമായിരിക്കാം ഇത് ഒന്നും വിചാരിക്കാം. ചേട്ടൻ അങ്ങനെ തോന്നുന്നില്ലേ? മനസ്സിൽ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കും പോലെ ചെയ്യുക, പിന്നെ ബാക്കി ഈശ്വരൻ ഉണ്ടല്ലോ, അവരുടെ കടാക്ഷം കൊണ്ട് അവളെ എത്തും എന്നില്ല, നല്ലൊരു ലെവലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് എത്തുക തന്നെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ. അതെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും, നിങ്ങളും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ മോള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ദൈവം എന്തായാലും അതിന് തീർച്ചയായിട്ടും നല്ലൊരു അനുഗ്രഹം എന്തായാലും കൊടുക്കും. അപ്പൊ ഞാനും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കായിരുന്നു, ഈ ഒരു പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയാണ്, കുഞ്ഞിനെ പാട്ട് മുന്നോട്ട് പഠിപ്പിക്കാം എന്നുള്ളൊരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ അത് വരട്ടെ അവർ മുൻപോട്ട് എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. മോക്ക് എന്താ പറയാനുള്ളത്? കാര്യമാണോ? നന്നായിട്ട് ഈ ഫ്ലോറിൽ വന്ന് എല്ലാവരും കേൾക്കുന്ന നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ട് കരയുക ചേച്ചി. നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കണം അല്ലേ? അടിപൊളിയായിട്ട് നമുക്ക് പാട്ടൊക്കെ പഠിച്ച് പാടി കുറേ സ്ഥലത്ത് ഒരു പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കണം. ചിത്രാമ്മയെ പോലെ തന്നെ നല്ലൊരു പാട്ടുകാരി ആവട്ടെ. ഈ ചെറിയ കരച്ചിലൊന്നും നമുക്ക് വേണ്ട കേട്ടോ. ശരിയാവും, എല്ലാം ശരിയാവും. നമ്മളെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് പേര് ഇന്നത്തെ ദിവസം എന്തായാലും ശ്രീലയ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ആരെങ്കിലും ഒരാൾ വരും മോളെ പാട്ട് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളും നമ്മളെ ചാനലും നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ടെൻഷനൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാം. അതുവരെ എല്ലാവരും ഈ പാട്ട് കേട്ട് ഇന്നത്തെ ദിവസം ശ്രീലയുടെ പാട്ട് കേട്ട് എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിക്കോളാം അല്ലേ? യെസ്, ടാറ്റാ.